എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഊണിന് വേണ്ടിയിട്ടുള്ള കുറച്ച് കറികളുമായിട്ടാണ്. നമ്മുടെ നാടൻ രീതിയിലുള്ള കേരള സ്റ്റൈലിലുള്ള ഊണിന് വേണ്ടിയിട്ടുള്ള കറികളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യുന്നത്. നമ്മൾ ഒരാഴ്ച മുൻപ് ബേസിക് കുക്കിംഗ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതുവരെ കണ്ടു നോക്കിയിട്ടില്ലാത്തവർ അതുകൂടെ ഒന്ന് കണ്ടു നോക്കണം. ബേസിക് കുക്കിംഗ് സീരീസിൽ നമ്മൾ A to Z കാര്യങ്ങൾ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് പുതുതായിട്ട് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻസിലൂടെ അറിയിക്കാം. ഇനി നമുക്ക് കുക്കിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഉണ്ടാക്കുന്നത് ഒരു തോരനാണ്. നമ്മൾ തോരൻ ഉണ്ടാക്കുന്നത് അമരപ്പയർ വെച്ചിട്ടാണ്. അമരപ്പയർ നമ്മൾ സാമ്പാറിലും അവിയലിലും ഒക്കെ ഇടുന്ന ഒരു പയറാണ്. അപ്പോൾ ഇത് വെച്ച് തോരനായാലും മെഴുക്കുരട്ടി ആയാലും ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ചെറിയൊരു കൈപ്പരസം ഉണ്ടാകും ഇതിന്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മളിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ക്യാരറ്റും കൂടി അരിഞ്ഞിട്ട് ചേർക്കുന്നുണ്ട്. അമരപ്പയറിന് പകരം നിങ്ങൾക്ക് ബീൻസോ അല്ലാന്നുണ്ടെങ്കിൽ പയറോ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് വൃത്തിയാക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ രണ്ട് സൈഡിൽ നിന്നും മുറിച്ച് കളയുക. അതുപോലെ ക്യാരറ്റ് ഒന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ്. പിന്നെ ഇത് അരിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളരെ ചെറുതായിട്ട് അല്ല, കുറച്ചൊരു കനത്തിൽ വേണം അരിയാനായിട്ട്. അപ്പോൾ ഉള്ളിയും ഒക്കെ നമ്മൾ അരിഞ്ഞു വെച്ചു. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ മറ്റൊരു റെസിപ്പിക്ക് വേണ്ടിയിട്ട് എടുത്താണ്. അപ്പോൾ ഒരുപാട് കനം കുറയ്ക്കാതെ ഇത്ര തിക്നെസ്സിൽ വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. ക്യാരറ്റും അതുപോലെ തന്നെ ചെറിയൊരു തിക്നെസ്സിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു കൊഞ്ചിൻ്റെ ഒരു ചെറിയ ഉള്ളിയൊക്കെ ഇട്ടൊരു ഫ്രൈ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് കൊഞ്ചെടുത്തിട്ട് വെള്ളത്തിലിട്ടു. ഇത് ഫ്രോസൺ ആയിട്ടുള്ള കൊഞ്ചാണ്. ഇനി നമ്മൾ ഒരു ഒഴിച്ചു കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങയാണ്, അതായത് പരിപ്പാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1/4 മുറി തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ചെറിയ ജീരകം, പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി. ഇനി നമ്മളിതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഒരു 2 തവി ചെറുപയറും കൂടെ ചേർത്തിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് അരച്ചെടുക്കണം. ഈ പയർ വന്നിട്ട് നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടും പയറുമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയ പയറാണ്. ഞാനൊരു വിസിലും കൂടെ അടിച്ച് നന്നായിട്ടൊന്ന് വേവിച്ചിട്ടാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. മുഴുവൻ പയറും നമ്മൾ അരച്ചിട്ടില്ല, കുറച്ച് നമ്മൾ ബാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ അരപ്പും കൂടെ ചേർത്തിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഇത് ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളപ്പിച്ചെടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് തിളപ്പിക്കേണ്ട, ജസ്റ്റ് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ ഒന്ന് തിള വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇളക്കിയിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടിയിട്ടുള്ള കടുക് ഒന്ന് താളിച്ചൊഴിക്കാം. കടുക് താളിക്കുമ്പോൾ നമുക്ക് ഒരുമിച്ച് താളിക്കാം. അപ്പോൾ നമ്മൾ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും കൂടി ഇട്ടിട്ട് കുറച്ച് നമ്മൾ പരിപ്പിലേക്ക് ഒഴിച്ചു. ബാക്കിയിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തോരന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ, അതായത് അമരപ്പയറും ക്യാരറ്റും ഒരു സവാളയും 2 പച്ചമുളകും, ഇത്ര എല്ലാം കൂടെ അരിഞ്ഞിട്ട് ഇതിലേക്കിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് ഉപ്പും കൂടി ഇട്ടതിന് ശേഷം നമുക്കിത് ഇളക്കിയിട്ട് അടച്ചു വെച്ച് വേവിക്കാം. വേവിക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം തളിച്ച് വേണമെങ്കിൽ കൊടുക്കാം. ഞാൻ വെള്ളം തളിക്കാതെയാണിത് വേവിച്ച് വെക്കുന്നത്. അടച്ചു വെച്ച് ചെറുതീയിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. ഇതേ സമയം നമ്മൾ അരപ്പിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഒന്ന് അരച്ച് എടുത്തിട്ടുണ്ട്. കുറച്ച് തേങ്ങയും ചെറിയ ജീരകവും വെളുത്തുള്ളിയും കൂടെ അരച്ച് വെച്ചതാണ്. അപ്പോൾ അത് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് നിരത്തി കൊടുക്കുക. അരയ്ക്കുക എന്ന് പറയുമ്പോൾ ഒരുപാടങ്ങ് അരയ്ക്കരുത്, ഒന്ന് ചതച്ച് എടുത്തിരിക്കുന്നതാണ്. അരപ്പ് ഇതിൻ്റെ മുകളിലായിട്ടൊന്ന് വിതറിയിട്ട് കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് വേവിച്ചെടുക്കാം. അരപ്പിലേക്ക് നന്നായിട്ട് ആവിയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തുറന്ന് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ചെറുതിയിലിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചിക്കി തോത്തിയെടുക്കുക. വളരെ രുചികരമായിട്ടുള്ളൊരു തോരനാണ്. അപ്പോൾ ഇതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് കൊഞ്ചൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ 1 ടീസ്പൂൺ വലിയ ജീരകം അഥവാ പെരിഞ്ജീരകം ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1 ടീസ്പൂൺ കുരുമുളക്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വറ്റൽമുളകും കൂടെ ചേർക്കാം. എല്ലാം കൂടി ഒന്ന് ചതച്ചതിന് ശേഷം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു 3-4 അല്ലി വെളുത്തുള്ളി, പിന്നെ നമ്മളിതിലേക്ക് ഒരു പിടി ചെറിയ ഉള്ളിയും കൂടെ ചതച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുക. ചെറിയ ഉള്ളി ഇങ്ങനെ ചതച്ചിട്ടിട്ട് നമ്മൾ കൊഞ്ച് ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നല്ല പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇനി ഒരു പാത്രം ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് നമ്മളിതിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ചൂടാക്കി എടുക്കുക. ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരു പച്ചമുളക് ഒന്ന് കീറിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറി വരാൻ തുടങ്ങുമ്പോഴത്തേക്ക് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായിട്ട് എൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നോർമലായിരിക്കുന്ന കൊഞ്ചും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം.
ഫ്രഷ് ആയിട്ടുള്ള ചെമ്മീൻ ചേർക്കുന്നതാണ് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ ചെറിയ കൊഞ്ചിനാണ് കൂടുതൽ ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് വലിയ കൊഞ്ചിനേക്കാളും. കൊഞ്ച് ചേർത്ത് കഴിഞ്ഞ് ഒരുപാട് സമയമൊന്നും വേണ്ടി വരില്ല. ഒരു 2 മിനിറ്റ് ഇളക്കി കഴിയുമ്പോഴത്തേക്ക് അത് നന്നായിട്ട് വെന്ത് കിട്ടും. മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ വളരെ രുചികരമായിട്ടുള്ള കുറച്ച് കറികളും ആണ് നമ്മളിന്ന് ഷെയർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഉണ്ടാക്കിയ കറികളും ചോറും എല്ലാം കൂടി ഒന്ന് സെർവ് ചെയ്യാം. നമ്മൾ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ജയ അരിയാണ്, അതായത് വെളുത്ത അരിയാണ്. ഇതിലേക്ക് നമ്മൾ തോരൻ, അതുപോലെ തന്നെ കൊഞ്ച് വറുത്തത്, പിന്നെ മോര് കറി വെച്ചിട്ടുണ്ട്. മോര് കറിയുടെ റെസിപ്പി നമ്മൾ കഴിഞ്ഞ ദിവസം അപ്ലോഡ് ചെയ്തതാണ്. പിന്നെ നമ്മളിത് കുറച്ച് ചമ്മന്തിപ്പൊടിയും കൂടെ വെക്കുന്നുണ്ട്. ചമ്മന്തിപ്പൊടിയുടെ റെസിപ്പി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പരിപ്പ്, പപ്പടം, പിന്നെ അച്ചാർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ നെയ്യ്. ഇത്രയും കൂടി ആകുമ്പോഴത്തേക്ക് നല്ല രുചികരമായിട്ടുള്ള ഒരു ഉച്ചയൂണാണ്. പുതിയ റെസിപ്പി വീഡിയോകളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്